കേരളത്തിൽ ഉൾപ്പെടെ 5G അടുത്ത വർഷമായിരിക്കും ലഭ്യമാവുക. 2-3 വർഷം കൊണ്ട് രാജ്യം മുഴുവൻ 5G സേവനം ലഭ്യമാക്കുമെന്നാണ് IT സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത്. देशवासियों को माननीय प्रधानमंत्री जी के कर कमलों द्वारा 5G की एक विशेष सौगात मिलने जा रही है, तो मैं माननीय प्रधानमंत्री जी से निवेदन करना चाहूँगी कि वे रिमोट का बटन दबाकर 5G सर्विसेज का लोकार्पण करें. തെരഞ്ഞെടുത്ത നഗരങ്ങളിൽ ആണ് 5G ആദ്യം അവതരിപ്പിക്കുന്നത്. പക്ഷേ അടുത്ത 2 വർഷത്തിനുള്ളിൽ തന്നെ രാജ്യം മുഴുവൻ 5G സേവനം വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 5G സേവനം പുതിയ സാമ്പത്തിക അവസരങ്ങളും സാമൂഹിക നേട്ടങ്ങളുമാണ് രാജ്യത്തിന് നൽകുക. അതിന്റെ ഉദ്ഘാടന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2022ന്റെ 6ാം പതിപ്പ്. അവിടെയാണ് ഇപ്പോൾ 5G സേവനം അവതരിപ്പിക്കുന്നത്. अब माननीय प्रधानमंत्री जी के कर कमलों द्वारा 5G सर्विसेज के लोकार्पण के बाद अब देखते हैं कि किस तरह से 5G सर्विसेज के आने के बाद ज़मीनी स्तर पर काफ़ी परिवर्तन आएगा, बदलाव आएगा. इसकी तरफ हम अब यहाँ पर कुछ यूज़ केसेस को डिमॉन्स्ट्रेट करेंगे जो कि हमारे लीडिंग टेलीकॉम सर्विस प्रोवाइडर्स की तरफ से है. पहला जो यूज़ केस है वो रिलायंस जियो की तरफ से है. शिक्षा के क्षेत्र में पढ़ेगा भारत तभी तो बढ़ेगा भारत और डेमोस्ट्रेट 5G സർവീസസ് അവതരിപ്പിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ അഹമ്മദാബാദ്, ബംഗളൂരു, ചണ്ഡീഗഡ്, ചെന്നൈ, ഡൽഹി, ഗാന്ധിനഗർ, ഗുരുഗ്രാം, ഹൈദരാബാദ്, ജാംനഗർ, കൊൽക്കത്ത, ലക്നൗ, മുംബൈ, പൂനെ എന്നിവിടങ്ങളിലായിരിക്കും അതിവേഗ 5G ഇന്റർനെറ്റ് സേവനങ്ങൾ ആരംഭിക്കുക. അതിനുശേഷമായിരിക്കും അടുത്ത വർഷമായിരിക്കും കേരളത്തിലേക്ക് 5G വേഗത എത്തുക. अंबानी इंटरनेशनल स्कूल के शिक्षक आप सभी का स्वागत है और अब कॉन्टेक्स्ट सेटिंग के लिए और आगे की कार्यवाही के लिए अब हम सीधा जुड़ते हैं मुंबई से और वहाँ पर हमारे साथ एक बहुत ही लोकप्रिय और मशहूर आज हमने 4 स्कूल्स को यहाँ डिजिटली कनेक्ट किया है. एक एक्सपर्ट टीचर जो मुंबई के एक स्कूल में है बाकी के 3 स्कूल्स के साथ अपना नॉलेज शेयर कर रहे हैं. आइए एक वीडियो के जरिए हम एजुकेशन सिस्टम की ज़रूरतों को समझें. 5G സ്പെക്ട്രം ലേലത്തിലൂടെ സ്വന്തമാക്കിയത് മുകേഷ് അംബാനിയുടെ റിലയൻസ് ജിയോയും സുനിൽ മിത്തലിന്റെ എയർടെലും രവീന്ദ്ര ടക്കറിന്റെ വോഡഫോൺ ഐഡിയയുമാണ്. ഇതിലിപ്പോൾ ജിയോയുടെ മുകേഷ് അംബാനിയുടെ പ്രൊമോഷണൽ വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. 5G സേവനം പൊതുജനങ്ങൾക്ക് എന്ന് ലഭ്യമാകും, നിരക്ക് എത്രയായിരിക്കും, ഇതെല്ലാം സംബന്ധിച്ചൊരു വ്യക്തത വളരെ പെട്ടെന്ന് തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. जियो ट्रू 5G अब इसे संभव करेगा. विश्व स्तर का एजुकेशन कंटेंट आज तक सिर्फ कुछ ही स्कूलों में उपलब्ध था, लेकिन ये कंटेंट सबसे पहले सारे शिक्षकों को മാതൃഭൂമി ന്യൂസിന്റെ ടെക്നിക്കൽ ഹെഡ് ബിജു മോഹൻ ചേരുന്നുണ്ട് അതിഥിയായി. साझा करेंगे. എന്ത് മാറ്റമായിരിക്കും 4Gയിൽ നിന്ന് 5Gയിലേക്ക് മാറുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാവുക? കേൾക്കാം പറഞ്ഞോളൂ. ഒരുപക്ഷേ മാനവരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റത്തിനാണ് 5G സാക്ഷ്യം വഹിക്കുന്നത്. 5G കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ദാരിദ്ര്യത്തിൽ നിന്നും മുന്നേറണമെങ്കിൽ ആരോഗ്യം, വിദ്യാഭ്യാസം, വിനോദം ഈ 3 മേഖലകളിലുള്ള മുന്നേറ്റമാണ് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് ചലിപ്പിക്കാൻ സഹായിക്കുന്നത്. ഈ 3 മേഖലകളിലും ഇന്നുള്ള ഇന്റർനെറ്റിന്റെ വേഗത ഏകദേശം 100 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന അസാധാരണമായ ഒരു കാലഘട്ടത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. നമ്മൾ സാധാരണ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് അതിന്റെ വേഗതയാണ്. ദൂരെ നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ, വീഡിയോകൾ, അതുപോലെ ചലിക്കുന്ന ചിത്രങ്ങൾ, അതുപോലുള്ള മറ്റു വസ്തുതകൾ നമുക്ക് പെട്ടെന്ന് വളരെ വേഗത്തിൽ എത്തിക്കാൻ സാധിക്കുക എന്നത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യരംഗത്തും അതുപോലെ തന്നെ വിനോദത്തിനും വളരെ പ്രധാനപ്പെട്ട, വിനോദ മേഖലയിലും വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഈ ഒരു പ്രത്യേക വിഷയമാണ് 5G കൊണ്ട് ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ, ലോകമെമ്പാടും ഇന്ത്യയുടെ മറ്റു സ്ഥലങ്ങളിലും എത്തുന്നത്. ഗ്രാമീണ മേഖലയിലുള്ള വിദ്യാഭ്യാസത്തിനും ആരോഗ്യരംഗത്തും വളരെ വലിയ സർവതല സ്പർശിയായ ഒരു ചലനം സൃഷ്ടിക്കാൻ ഇതുകൊണ്ട് സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്ന ഒരു വസ്തുതയുണ്ട്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ
ലോകത്തുള്ള എല്ലാ വസ്തുതകളെയും സെൻസറുകൾ കൊണ്ട് മനസ്സിലാക്കിയതിനു ശേഷം അവ ഉപയോഗിച്ചുകൊണ്ട് പുതിയ വിവരങ്ങൾ നേടുവാനും അത് ഉപയോഗിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും സാധിക്കുക എന്നതാണ് ഈ 5G എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യം, വിദ്യാഭ്യാസം, വിനോദം, അതുപോലെ പ്രതിരോധം, അങ്ങനെ മറ്റു പല മേഖലകളെയും സ്വാധീനിക്കുന്ന വലിയൊരു ശക്തിയായി 5G മാറും എന്നാണ് നാം വിശ്വസിക്കുന്നത്. നമ്മളിപ്പോൾ 4G യുഗത്തിൽ ജീവിക്കുമ്പോഴും പലയിടങ്ങളിലും, പ്രത്യേകിച്ച് ഉൾഗ്രാമങ്ങളിലൊന്നും ഇപ്പോഴും 3G പോലും ലഭ്യമാകാത്ത സ്ഥിതിയുണ്ട്. അത് നമുക്ക് മുന്നിലുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ 5Gയിലേക്ക് മാറുമ്പോൾ ഈ ഒരു പോരായ്മ കൂടി പരിഹരിക്കാൻ കഴിയുമോ? होगा साकार प्रधानमंत्री जी का सपना एक भारत കേൾക്കാമോ? കേൾക്കാം. ഞാൻ ചോദിച്ചത് കേട്ടിരുന്നോ? ഒരുപക്ഷെ 5G വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നവും ഉണ്ടാവില്ലായിരിക്കും. ഏത് പ്രശ്നം? അതെ, അല്ല ഇത് ഈ സാധാരണ, അതെ ശരിയാണ്. നമ്മൾ ഈ സംസാരിക്കുന്നതിന്റെ വേഗതയും നമ്മൾ സംസാരിക്കുന്ന ദൃശ്യത്തിന്റെ വ്യക്തതയും 4Gയിൽ ഒരുപാട് മുന്നേറിയെങ്കിലും അതിൽ ചില മേഖലകളിലുള്ള പ്രശ്നങ്ങൾ ഇന്നും പരിഹരിക്കേണ്ടതാണ്. ഉദാഹരണം പറഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്ന വസ്തുതകൾ, വീഡിയോകൾ വളരെ വേഗത്തിൽ അയക്കുന്നതിന്റെ സ്റ്റെബിലിറ്റി, അതിന്റെ കൃത്യമായ അളവിൽ കൃത്യമായ തോതിൽ എത്തിക്കുക എന്നുള്ളത് പലപ്പോഴും ഒരു പ്രശ്നമായി നമ്മുടെ പോലുള്ള ഈ വീഡിയോ മേഖലകളിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സംപ്രേഷണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഒരു വലിയ പ്രശ്നമാണ്. ഇതൊക്കെ പരിഹരിക്കാനുള്ള ഒരു വലിയ മുന്നേറ്റമാണ് ഈ 5G കൊണ്ട് ഉണ്ടാകുന്നത്. മാത്രമല്ല, ബഹിരാകാശ രംഗത്തും അതുപോലെ തന്നെ മറ്റു മേഖലകളിലും നമ്മുടെ മുന്നേറ്റത്തിനും ഈ 5G പോലുള്ള സാങ്കേതിക വിദ്യ വളരെയധികം സഹായിക്കും. ഒരുപക്ഷെ ഇന്ത്യ പോലെ 140 കോടി ജനങ്ങളുള്ള ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. നമുക്ക് അതിലേക്ക് പോകാമെന്ന് കരുതുന്നു. अच्छा बताइए, ये जो शिक्षक आपके सामने नहीं है और इस प्रकार से पढ़ना है, तो आपको लगता है कि पढ़ सकते हैं? हाँ सर, पढ़ सकते हैं। लेकिन टीचर नहीं है तो फिर क्या करोगे? तो हम इस टेक्नोलॉजी के माध्यम से सीख सकते हैं। थोड़ी देर में खेलने जाने के लिए मन कर जाएगा। तो ये टेक्नोलॉजी वालों को बीच बीच में कहना पड़ेगा, ध्यान रखो, सामने देखो, बातें मत करो, ऐसा कहना पड़ेगा ना। हाँ। शाबाश। अच्छा, आपको कौन सा सब्जेक्ट पसंद है और आप चाहोगी कि इस प्रकार की टेक्नोलॉजी से वो सब्जेक्ट आपको पढ़ने के लिए मिल जाए? आपको इतनी छोटी आयु में चश्मा आ गया है तो आप जरूर ज्यादा पढ़ती होगी। सर, मेरा मनपसंद साइंस है। अच्छा, उसको लगता है कि टेक्नोलॉजी से अब मजा आएगा? हाँ। ज्यादा अच्छी तरह से समझ पाओगे? हाँ। अब ये जैसे हार्ट के विषय में अभी पढ़ाया, अगर ऐसा न होता और टीचर ने समझाया होता तो दिमाग में चित्र बनता कि हाँ ये कुछ ऐसा कह रहे हैं टीचर? नहीं बनता। देखिए, ये फर्क है टेक्नोलॉजी का, जिसका फायदा हमारे देश के बच्चों को होने वाला है। चलिए बच्चों, बहुत बहुत शुभकामनाएं आपको। थैंक यू सर। बहुत बहुत धन्यवाद माननीय प्रधानमंत्री जी। और बच्चे बहुत एक्साइटेड फील कर रहे थे माननीय प्रधानमंत्री जी के साथ बात कर, और हमने देखा कि किस तरह से उनकी भी कितनी आकांक्षाएं हैं, कितने ड्रीम्स हैं। कोई साइंस में इंटरेस्टेड है और उनको भी लगता है कि टेक्नोलॉजी के आने से किस तरह से उनकी एजुकेशन और बहुत एनरिच्ड इमर्सिव एक्सपीरियंस उन्हें मिलेगा। तो इसके साथ धन्यवाद करते हैं रिलायंस जियो को, और धन्यवाद हमारे माननीय मुख्य मंत्रीगण जो हमारे साथ जुड़े थे। बच्चों को भी बहुत बहुत धन्यवाद। और बढ़ते हैं अगले यूज़ केस की तरफ। ये यूज़ केस वोडाफोन आइडिया की तरफ से है, हमारे कंस्ट्रक्शन वर्कर्स की सेफ्टी पर केंद्रित है। देवी सज्जनों, हम सभी जानते हैं कि नए भारत के निर्माण में हमारे कंस्ट्रक्शन वर्कर्स एक बहुत ही महत्वपूर्ण भूमिका निभाते आए हैं, पर साथ साथ उनकी सुरक्षा हमेशा से एक चिंता का विषय भी रहा है। और इसी को एड्रेस करते हुए, मद्देनज़र रखते हुए, वोडाफोन आइडिया द्वारा डिजिटल ट्विन बनाकर दिल्ली मेट्रो की एक अंडर कंस्ट्रक्शन टनल में वर्कर्स की सेफ्टी कैसे इंश्योर की जा रही है, यह अब डेमोन्स्ट्रेट किया जाएगा।
माननीय प्रधानमंत्री जी 5G द्वारा इस टनल का टूर भी कर पाएंगे और साथ साथ वर्कर्स से संवाद भी करेंगे।